ഹലോ. യെസ്. ഓക്കെ. അപ്പൊ ഇവിടെ ഞാൻ ഇതിലിവിടെ ചർച്ച ചെയ്ത് വെച്ചിരുന്നത് ഖത്തർ ഫൗണ്ടേഷനിൽ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒരുപാടുണ്ട്. കാര്യമായിട്ട് ഇത്തരം നോളജ് എക്കോണമി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്ത ഒരുപാട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. ഞാനിതോടെ സൂചിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കീഴിൽ ഇത്തരം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസോ അല്ലെങ്കിൽ പാരന്റ്സോ ഇത്തരം റിലേറ്റഡ് ആയിട്ട് ഡോക്ടറേറ്റ് ഒക്കെ എടുത്തിട്ടുള്ള നാട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ല പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്താ പറയാ റിസർച്ച് ഒക്കെ നടത്താൻ പ്രപ്പോസൽ കൊടുത്തിട്ട് നല്ല ഫണ്ടൊക്കെ ഇട്ട് റിസർച്ച് നടത്താൻ പറ്റിയ അവസരങ്ങളായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒന്ന് ഖത്തർ ബയോമെഡിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് QBRI എന്ന് പറയും. അവർ ഇത്തരം മെഡിസിൻ റിലേറ്റഡ് ആയി കണ്ടുള്ള ഈ അഹമ്മദ് ഖലീഫ യൂണിവേഴ്സിറ്റിയുമായിട്ട് അതിന്റെ അണ്ടറിലേക്ക് നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പം ബയോമെഡിക്കൽ റിസർച്ച് ആണ് കാര്യമായിട്ട്. ഇതിൽ ഡയബറ്റീസ് പ്രിവെൻഷൻ മാനേജ്മെന്റും ക്യാൻസർ റിസർച്ച് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള് ന്യൂറോളജിക്കൽ ഡിസോർഡർ ആൻഡ് ബ്രെയിൻ ഹെൽത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ അവര് പോസ്റ്റ് ഡോക്ടർ ഫെലോഷിപ്പ് ഈ മറ്റേ ഓട്ടിസം റിലേറ്റഡ് താല്പര്യമുള്ള റിസർച്ചസിനെ പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ചസിനെ തേടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് എന്താ പറയാ അവർ അതിന്റെ ഒരു ലിങ്ക് ഒരുപാട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം റിലേറ്റഡ് ഒരുപാട് സമൂഹ റിസർച്ച് പ്രോഗ്രാം ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇത് കാര്യമായിട്ട് അവിടുത്തെ സിറ മെഡിസിൻ, വെൽക്കോറൻ മെഡിസിൻ ഖത്തർ, അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തും. പിന്നെ മറ്റൊന്ന് ഖത്തർ കമ്പ്യൂട്ടിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇതിൽ കാര്യമായിട്ട് AI തന്നെ ഡാറ്റ അനലൈറ്റിക്സ്, അതിൽ കാര്യമായിട്ട് AI മെഷീൻ ലേണിംഗും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അവർ കാര്യമായിട്ട് റിസർച്ച് നോക്കുന്നത്. പിന്നെ അറബിക് ലാംഗ്വേജ് പ്രോസസിംഗ് ആണ്. ഇത് നമ്മൾ ഈ എന്താ പറയാ ഈ ഇത്തരം ഈ ഇൻഫർമേഷൻ നമ്മളെ ഈ കമ്പ്യൂട്ടറിൽ ഇത്തരം ഗൂഗിൾ ഇതിലേക്ക് പോകുമ്പോൾ അറബിക് ലാംഗ്വേജ് കാര്യമായിട്ട് വല്ലാതെ കാണപ്പെടുന്നില്ല. അപ്പൊ അത്തരം അറബിക് ലാംഗ്വേജ് കൂടി കൂടുതൽ പ്രോസസ്സിംഗ് നടത്താൻ വേണ്ടിയിട്ട് അത്തരം രീതിയിലുള്ള റിസർച്ചുകളും അത് അപ്ലിക്കേഷൻ ലെവലിൽ കൊണ്ടുവരാനൊക്കെയുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ റിലേറ്റഡ് താല്പര്യമുള്ള സ്റ്റുഡൻസിനൊക്കെ വേണമെങ്കിൽ അതും അറബി ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് വേണമെങ്കിൽ നോക്കാം. പിന്നെ മറ്റേ ഗ്ലോബൽ കൊളാബറേഷൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടോക്സ് സിമ്പോസിയം കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിലായിട്ടുള്ള. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതിന് റിലേറ്റഡ് ആയിക്കണ്ടപ്പോൾ ഇതിലും പ്രൊപ്പോസലൊക്കെ ഉണ്ടെങ്കിൽ ഇവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഖത്തർ ഫൗണ്ടേഷന്റെ സൈറ്റിൽ പോയാൽ നോക്കിയാൽ റിസർച്ച് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എൻറ്റിറ്റീസ് എന്നുള്ള ഒരു സൈഡ് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ പോയി നോക്കിയാൽ ഇവരുടെയൊക്കെ മെയിൽ ID ഫോൺ നമ്പർ ഒക്കെ കാണാൻ സാധിക്കും. അവിടെ പോയി നോക്കിയാൽ നന്നായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഇവിടെ കൊണ്ടുവന്നുള്ളൂ. മറ്റൊന്ന് ഖത്തർ എൻവറോൺമെന്റ് ആൻഡ് എനർജി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൽ കാര്യം സിസ്റ്റം എനർജി, വാട്ടർ സെക്യൂരിറ്റി, ക്ലൈമറ്റ് സൊല്യൂഷൻ ഇത്തരം കീരി എന്ന് പറയുന്നത്. അപ്പം ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പല റിസർച്ചുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ ഒരു 3-4 പ്രോഗ്രാം വരെ ഷെരീഫിലൊക്കെ വെച്ചിട്ട് ഒരുപാട് നടത്തിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇത്തരം ഒരു പ്രൊപ്പോസൽ മുഖേന വരുന്ന ഒരു പ്രോഗ്രാമുകളാണ് അത്. അപ്പം ഇത്തരം രീതിയിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു കേരളീയത്തും ഖത്തറിന് റിലേറ്റഡ് ആയിക്കാണെങ്കിൽ ഖത്തറിലെ ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അവിടുത്തെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടും അവിടുത്തെ ഇത്തരം വാട്ടർ സെക്യൂരിറ്റി, ക്ലൈമറ്റ് റിലേറ്റഡ്, സിസ്റ്റം എനർജി റിലേറ്റഡിലേക്കാണൊക്കെ റിസർച്ച് താല്പര്യമുള്ള അല്ലെങ്കിൽ പ്രൊപ്പോസൽ ഐഡിയകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ പ്രൊപ്പോസൽ കൊടുത്താൽ വളരെ പെട്ടെന്ന് നല്ല ഇപ്പം അതിന്റെ സമയമാണ് നമുക്ക് തോന്നുന്നത്. ഡിസംബർ ജനുവരിന്റെ ഉള്ളിലായിട്ട് അവര് ഇതെടുക്കും. നമുക്ക് തോന്നുന്നു ഫെബ്രുവരിയോട് കൂടി അടുത്തൊരു വർഷം 2026 മൊത്തത്തിലുള്ള പ്രൊജക്റ്റിനുള്ള ഫണ്ടൊക്കെ തീരുമാനിക്കൽ ഫെബ്രുവരി ആണ് ഇതിന്റെ അവസാനം. അതിനുള്ള പ്രൊപ്പോസലൊക്കെ അയച്ചു കൊടുക്കേണ്ടത്. ഞാൻ പൊതുവെ പറയപ്പെടാറ് എന്താ ഫെബ്രുവരി ഏത് ഡേറ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയില്ല. ഫെബ്രുവരി എന്നാണ് ഞാനത് നമ്മളെ ക്യാമ്പസിലുള്ള ഇത്തരം ഈ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രാന്റ് കൊടുക്കുന്ന ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പം വേണമെങ്കിൽ ഖത്തർ ഫൗണ്ടേഷന്റെ സമയം അതുവരെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ഖത്തർ പൊസിഷൻ ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കാണ് പൊസിഷൻ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവിടെ. പിന്നെ ഖത്തർ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് നമ്മളിപ്പോ ഈ എന്താ പറയാ നമ്മുടെ നാട്ടിലിപ്പം ഈ സ്റ്റാർട്ടപ്സ് കുറെ വരുന്നുണ്ട്. നമ്മളെ ക്യാമ്പസിനെ പോകുമ്പോൾ നമ്മൾ ഒരു 2-3 സെഷന് നമ്മളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. അപ്പം സ്റ്റുഡൻസിന് പരമാവധി ഇത്തരം ഐഡിയകൾ സ്റ്റാർട്ടപ്പ് ഐഡിയകൾ ഉണ്ടെങ്കിൽ അവരെ ആ ഐഡിയ നല്ലൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം സപ്പോർട്ട് ചെയ്യണം അതൊക്കെ അവർ പരമാവധി കൊടുത്തിട്ട് ലാസ്റ്റ് അവരൊരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. എത്ര തോന്നുന്നു 1 ലക്ഷം ഖത്തർ റിയാല തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഇത് സമ്മാനം കൊടുത്തില്ല അല്ലെങ്കിൽ 25,000 എന്താ
അങ്ങനെ 10ഓളം സ്റ്റുഡൻസിനെ പ്രോത്സാഹന സമയം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒരു ഇത് അവർ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് പറയാം. പിന്നെ അതിൽ പ്രസിഡന്റ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അത് ഇത്തരം ഈ ഹെൽത്ത് റിലേറ്റഡ് ആയിക്കാണ്ട് ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിക്കാണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ ജനോമിക്സ് റിസർച്ചിലൂടെ ഹെൽത്ത് കെയർ കാര്യങ്ങൾ, ഹെൽത്ത് കെയറിന്റെ ഫ്യൂച്ചർ എന്തായാലും ഇത്തരം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ ഇത്തരം പ്രപ്പോസലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേ അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് സിദ്ധറ മെഡിസിൻ. അത് കാര്യകാരം ഖത്തറിലേക്ക് കണ്ടിട്ടുണ്ടാവും. ഖത്തർ ഫൗണ്ടേഷൻ നേരെ അടുത്ത് തന്നെയാണ് സിദ്ധറ മെഡിസിൻ ഉള്ളത്. നമ്മൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉള്ളത് വരെയുള്ള ഓരോ ഇതായിട്ട് അവരിങ്ങനെ ഒരു ചിഹ്നമായിട്ട് അവരവിടെ മുമ്പിൽ അങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഓരോ മാസം ഓരോ കുട്ടികളുടെ വയറ്റിലെ കുട്ടിയുടെ രൂപം എങ്ങനെയാണെന്നൊക്കെ ഉണ്ടാവും. അപ്പം ഇവരുടെ കീഴിൽ തന്നെ ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്തരം ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിക്കൊണ്ടുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ നടത്തുന്നുണ്ട്. അപ്പം അങ്ങനെയും വേണമെങ്കിൽ നോക്കാവുന്നതാണ് ഇത്തരം പ്രപ്പോസൽ കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത പറഞ്ഞത് സ്റ്റാർസ് ഓഫ് സയൻസ്. അതൊരു TV പ്രോഗ്രാം ആയിട്ടാണ് സയൻസ് റിലേറ്റഡ് നല്ല താല്പര്യമുള്ള ആളുകളെ നോക്കിയിട്ട് അവരുടെ എന്താ പറയാ ഈ സയൻസ് മേഖലയിൽ അവരുടെ സംഭാവനകൾ നോക്കിയിട്ട് അവരെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അവരെ ഖത്തർ TV ചാനലാണോ അറിയില്ല, അവർ നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പം അതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റും. മറ്റൊന്ന് വൈസ് സമ്മിറ്റ്, നമ്മുടെ വേൾഡ് ഇന്നോവേഷൻ സമ്മിറ്റ് ഇൻ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആണ്. ഈ വർഷത്തെ കഴിഞ്ഞ എന്താ പറയാ ഈ നവംബറിൽ കഴിഞ്ഞു. ഈ വർഷത്തില് ഓരോ 2 വർഷം കൂടുമ്പോഴും അവർ നടത്തുന്ന പ്രോഗ്രാം വൈസ് എന്നുള്ളത് അവര് സമ്മാനം ഇത് അവാർഡ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണത്. 2 വർഷം കഴിഞ്ഞ വർഷമില്ലാതെ മുമ്പത്തെ, ഈ വർഷമില്ലാതെ മുമ്പത്തെ ഇതില് 2024 23 ഇവരുടെ വൈസിന്റെ അവാർഡ് കിട്ടിയത് നമ്മുടെ ഇന്ത്യയിലെ UP-യിലുള്ള ഒരു ഷെഫിന, എന്താണ് അവരുടെ പേര്, ഒരു സ്ത്രീയാണ്. അവൾക്കാണ് അതിന്റെ അവാർഡ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ 10,000 അല്ലെങ്കിൽ $1,00,000 എന്താണ് അതിന്റെ ഫസ്റ്റ് പ്രൈസ്. അപ്പം അവര് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല് 10,000-ഓളം അല്ലെങ്കിൽ 10,000-ഓളം അവിടെയുള്ള പെൺകുട്ടികളെ +1 +2 10th +1 +2 ഈ മൂന്ന് ക്ലാസ്സും പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ അതിനുള്ള ക്യാമ്പസ് ഉണ്ടാക്കി ഇത്തരം പെൺകുട്ടികളെ മാത്രം ഫോക്കസ് അവർ ഒരു സ്കൂളുകൾ ഉണ്ടാക്കിയിട്ട് അവരെ സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഈ വർഷം അവാർഡ് കൊടുത്തത് 6ഓളം ഏരിയകൾക്കാണ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. അപ്പം ഇത്തരം ഇത് ഇപ്രാവശ്യം റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ചെയ്ത ടീം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഒരു ജോർദാനിലുണ്ടായിരുന്ന ഒരു റാനിയ, അവര് ഇത്തരം നമ്മൾ സിജിക്ക് ചെയ്യണ പോലെ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഞാൻ സിജിക്ക് ഒരു സജഷൻ ചെയ്യാണ്. വേണമെങ്കിൽ അടുത്തൊരു ചിലപ്പോൾ ജനുവരി ലാസ്റ്റിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് അവർ അടുത്ത 2027 ഒരു ഇത് അവര് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ സിജിയുടെ ഏതെങ്കിലും പ്രോഗ്രാം ഖത്തറിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതെങ്കിൽ കേരളത്തിൽ ഇത് മാത്രം ഫോക്കസ് ചെയ്യണം, ഏതെങ്കിലും ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്യണം. ഇത്ര സ്റ്റുഡൻസ് നമ്മുടെ കീഴിൽ വന്നിട്ടുണ്ട്, അവർക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു, ഇത്തരം എന്താ പറയാ റിസർച്ച് റിലേറ്റഡ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഇത്തരം സ്കൂളുകൾ ഏതൊക്കെ സ്റ്റുഡൻസ് തെരഞ്ഞെടുക്കാം, എങ്ങനെയൊക്കെ പോവാം, സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇത്തരം അതിന്റെ ഒരു മൊത്തത്തിലൊരു റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പം കിട്ടായില്ല. ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയാൽ തന്നെ വളരെ വിജയമാണ്. കാരണം അവര് ഈ സെഷനിലേക്ക് അവർ ഫൈനൽ റൗണ്ടിലേക്ക് ഇതിൽ അപ്ലൈ ചെയ്ത ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും നല്ല ആളുകൾ അവരെന്ത് ചെയ്യേണ്ടത് ടോക്കിന് വേണ്ടിയിട്ട് അവർ ക്ഷണിക്കുന്നതാണ് ഈ വൈസിന്റെ പ്രോഗ്രാമിലേക്ക്. 2 ദിവസം നീണ്ടുന്ന പ്രോഗ്രാമാണ്. ഒരു ദിവസം തന്നെ ഒരുപാട് സെഷൻ നടക്കുന്ന പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് ആ ഒരു മേഖലയിൽ ഒരു ടോപ്പ് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായാൽ തന്നെ വളരെ നന്നായിരിക്കും. അപ്പം സിജിക്കൊക്കെ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴോ തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കത് ഇൻഷാ അല്ലാഹ് നാളെ തന്നെ അതിനെ പറ്റിയുള്ള ചർച്ച ചെയ്തിട്ട് ആലോചിച്ച് തുടങ്ങാൻ പറ്റുമെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് കാര്യമായിട്ട് ഇത് നേരത്തെ പറഞ്ഞത് റിലേറ്റഡ് കണ്ടില്ല മറ്റു പ്രോഗ്രാമുകളാണ്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഖത്തർ ഫൗണ്ടേഷനായിട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ. സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.